Good morning, all. Good morning, ma'am. Exam എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ലതായിരുന്നു. Good morning, ma'am. Then നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷൻ ടാലന്റ് മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ് കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സക്സസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടാലന്റ് മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ് സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ ഓർഗനൈസേഷൻ സക്സസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. നമ്മുടെ സ്ഥാപനത്തില് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. റെക്കഗ്നൈസേഷൻ ആൻഡ് റിവാർഡ്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, പ്രൊമോഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ റിവാർഡ് കറക്റ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്പിംഗ്. നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ആവാനായിട്ട് ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി തരുക. റോൾ ഡിസൈൻ. നമ്മൾ റോള് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു എംപ്ലോയിയുടെ ടാലന്റ് നോളജ് അനുസരിച്ചിട്ടുള്ള റോളുകൾ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു എംപ്ലോയിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ജോബ് റൊട്ടേഷൻ. നമ്മൾ ആ ജോബ് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ റിപ്പീറ്റ് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ബോറടിക്കും അല്ലെ. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യാം, ജോബ് റൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു റിപ്പീറ്റേഷന്റെ പ്രശ്നം വരുന്നില്ല, അവർ ബോറിംഗ് ആയിട്ട് തോന്നില്ല, അവർക്ക് നല്ല എൻകറേജ് ആവും. ചില ഒരു വർഷത്തോളം ഒരു ജോബ് ചെയ്യുന്നു, നെക്സ്റ്റ് ജോബിലേക്ക് റൊട്ടേറ്റ് ആവുന്നു. അങ്ങനെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ എംപ്ലോയീസിന് വേണ്ട രീതിയിൽ ട്രെയിനിങ്, ജോബ് ട്രെയിനിങ്, ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവരുടെ ബെറ്റർ പെർഫോമൻസിലേക്ക് അത് റിസൾട്ട് ചെയ്യും. ദെൻ സക്സഷൻ പ്ലാനിങ്. ഇനി അവര് നല്ല രീതിയിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അവർ നല്ല സക്സസിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ടാലന്റ് മാനേജ്മെന്റ് വേണ്ട ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആണോ? ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എടുത്തിട്ടില്ല? കാരണം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എടുക്കുന്നതാണ്. 1 മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഫങ്ഷൻസ് വരെയാണ് എടുത്തത്. സോ ഇത് പറഞ്ഞിട്ട് ലൈഫ് സൈക്കിൾ എടുക്കാം കേട്ടോ. ഇത് വേറെ ടോപ്പിക്കാം, കുഴപ്പമില്ലല്ലോ. പിന്നെ ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ എംപ്ലോയീസിന് നല്ല ഫ്ലെക്സിബിലിറ്റി വേണം. കാരണം നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവർക്ക് വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. ചേഞ്ചസിനനുസരിച്ച് അവർക്ക് മാറാനായിട്ട് പറ്റും. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഗുഡ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സെൽഫ് മോട്ടിവേഷൻ. നമ്മൾ സെൽഫായിട്ട് നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മനസ്സിന് നമ്മുടെ എന്ത് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സക്സസിലേക്ക് എത്താനായിട്ട് പറ്റും. നമുക്ക് നോക്കാം ഓരോന്ന് എന്തൊക്കെയാ പറയുന്നതെന്നുള്ളത്. 1 മിനിറ്റ് ഒന്ന് അറിയിച്ചു. ഓക്കെ. Managers and higher authority need to take the initiative to pave the way for the personal development and long-term association with the organization. മാനേജേഴ്സും അതേപോലെ തന്നെ ഹയർ അതോറിറ്റീസും ഇനിഷ്യേറ്റ് ചെയ്യണം. കാരണം പേഴ്സണൽ ഡെവലപ്മെന്റും നമ്മുടെ ഓർഗനൈസേഷനായിട്ട് ലോങ് ടൈം റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ അസോസിയേഷനിലേക്ക് വരുന്നെങ്കിൽ അവർ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. കാരണം അവർ നല്ല പ്രോപ്പർ ആയിട്ട് ഈ എംപ്ലോയീസ് നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. സം ഓഫ് ദ വേ in which a manager can motivate and retain the employee are as follows. താഴെ പറയുന്നതാണ് കുറച്ച് എന്താണ് മാർഗങ്ങൾ നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിൽ റീറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താനും അവർ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാനും പറ്റുന്ന കുറച്ച് മാർഗങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് റെക്കഗ്നേഷൻ ആണ്. റെക്കഗ്നൈസിങ് ദ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. നമ്മളെ എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അത് എത്ര ടൈമും എഫേർട്സും കോൺട്രിബ്യൂട്ട് ചെയ്യും, അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് അല്ലെങ്കിൽ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ, അങ്ങനത്തെ ചെറിയ ഒരു റെക്കഗ്നൈസേഷൻ നമ്മൾ കൊടുക്കാം. ആൻഡ് ദെയർ വർക്ക് ഓൺ ഇൻഡിവിജ്വൽ ഗ്രൗണ്ട്. അങ്ങനെ അത് വരുമ്പോൾ അവർ ഇൻഡിവിജ്വൽ ഗ്രൗണ്ടിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും. ബൂസ്റ്റ് അപ്പ് സെൽഫ് കോൺഫിഡൻസ് ഇൻ ദം.
നമ്മുടെ എംപ്ലോയീസിൽ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആവും. അപ്പോൾ റെക്കഗ്നേഷൻ പ്രൊവൈഡ് ചെയ്യാം. ദെൻ റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ് ആണ്. ഇൻക്രീസിംഗ് പേ ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് ദ എംപ്ലോയീസ് ആസ് ദ റിവാർഡ് ഫോർ ദർ ബെറ്റർ പെർഫോമൻസ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്ക് എന്ത് കൊടുക്കുക, പേയും റെമ്യൂണറേഷനും കൊടുക്കുക. പ്രോപ്പർ ആയിട്ട് റെമ്യൂണറേഷൻ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക, റിവാർഡ്സ് കൊടുക്കുക, ബോണസ് കൊടുക്കുക. ബോണസ് ഇൻ ദ ഫോം ഓഫ് ഷെയർസ് കൊടുക്കും ചില കമ്പനീസ്. അപ്പൊ നമ്മൾ അവർക്ക് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് അവർക്ക് എന്താണ് അവർ അർഹിക്കുന്ന റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇനി പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. Giving the charge of challenging project to the employee along with the authority and responsibility of the same. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്ട് നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിലൊക്കെ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അത് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അതിനോടൊപ്പം അതിന്റെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി കിട്ടാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവർക്ക് ഒരു ബെറ്റർ ഡെവലപ്മെന്റിന് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലി നമ്മുടെ സ്ഥാപനം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇമ്പോർട്ടന്റ് ആണ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്ന് നമ്മൾ ചിന്തിക്കും. സോ മേക്ക് ദം മോർ കോൺഫിഡൻറ്റ്. നമ്മുടെ എംപ്ലോയീസിന് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. എന്ന് വെച്ചാല് നമ്മളെ ജോബ് കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടൊക്കെ ജോബ് നമ്മളെ തന്നെ അസൈൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ റോൾ ഡിസൈൻ ആണ്. ദ റോൾ ഓഫ് ദ എംപ്ലോയി in the organization must be designed to keep them occupied and committed. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയിയുടെ റോള് നമുക്ക് അവർ ഓർഗനൈസേഷനിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്ക് ആ റോൾ ഓക്യുപ്പൈഡ് ആവോ, കമ്മിറ്റ്മെന്റ്സ് കമ്മിറ്റഡ് ആവോ, അല്ലെങ്കിൽ ആ ഒരു ജോബ് കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അസൈൻ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ എനഫ് ടു ഇൻക്യുബേറ്റ് ആൻഡ് അഡാപ്റ്റ് ദ എംപ്ലോയീസ് ടാലന്റ് ആൻഡ് നോളജ്. നമ്മുടെ എംപ്ലോയീസിന്റെ ടാലന്റും നോളജും അനുസരിച്ച് അവർക്ക് ഫ്ലെക്സിബിൾ ആകുന്ന ജോലി ആയിരിക്കും നമുക്ക് അസൈൻ ചെയ്യേണ്ടത്. അവർക്ക് പെട്ടെന്ന് ആ ഒരു ജോബ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് റോൾ ഡിസൈൻ എന്ന് പറയുന്നത്. എംപ്ലോയീസിനെ റോൾ അല്ലെങ്കിൽ ആ ജോബ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ആ ഒരു ടാലന്റ് ഉണ്ടോ, ആ നോളജ് ഉള്ള ഒരു എംപ്ലോയിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ജോബിലേക്ക് അസൈൻ ചെയ്യണം. ദെൻ ജോബ് റൊട്ടേഷൻ ആണ് കേട്ടോ. എംപ്ലോയീസ് ലാക്ക് ഓഫ് enthusiasm if they perform the same kind of work daily. അതേ വർക്കാണ് സെയിം ആയിട്ട് ചെയ്യുന്നത്. റിപ്പീറ്റ് ആ വർക്ക് തന്നെ അദ്ദേഹം എന്ത് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ എംപ്ലോയീസിന് എന്ത് വരും, ഒരു ബോറടി ഉണ്ടാവും അല്ലെ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു. Thus, job rotation or temporary shifting of the employee from one job to another. അപ്പോ നമ്മുടെ ജോബ് റൊട്ടേഷൻ എന്തിനാ വേണ്ടി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പററി ഷിഫ്റ്റിംഗ് ആണ്. ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്കായിട്ട് ടെമ്പററി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. വിത്തിൻ ദ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെയാ ഈസ് എസെൻഷ്യൽ ടു കീപ് ദം എൻഗേജ്ഡ് ആൻഡ് മോട്ടിവേറ്റഡ്. അത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആണ്. ജോബ് റൊട്ടേഷൻ പറഞ്ഞാല് നമ്മൾ റിപ്പീറ്റ് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരു ബോറടി ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മൾ വീണ്ടും അതേ ജോലി തന്നെ ചെയ്യുന്ന എല്ലാ ദിവസവും. അപ്പൊ ആ ഒരു ബോറ് അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ടീസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ജോബ് റൊട്ടേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ഷിഫ്റ്റിംഗ് ആണ്. ഓർഗനൈസേഷൻ അകത്ത് തന്നെയുള്ള ഒരു ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ എൻഗേജ് ആയിട്ട് ഇരിക്കും, മോട്ടിവേറ്റഡ് ആവും. Then next ആണ് training and development. On the job training, e-learning programs, work related tutorials, educational course, internship, etc. are essential to enhance the competency, skill, knowledge of the employees. നമ്മൾ ജോബ് ട്രെയിനിങ്, e-learning programs, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ്, ക്ലാസ്സുകൾ, എഡ്യൂക്കേഷൻ കോഴ്സുകൾ, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ മറ്റു കോഴ്സുകൾ നമ്മളെ കൊണ്ട് എടുക്കുന്നു, ഇന്റേൺഷിപ്പ്, ഇതെല്ലാം ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് ആ എംപ്ലോയിയുടെ സ്കില്ല്, നോളജ്, കോമ്പിറ്റൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റിലൂടെയും നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ സക്സസ് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി സക്സഷൻ പ്ലാനിങ് ആണ്. ഇന്റേണൽ പ്രമോഷൻ ഹെൽപ്സ് identify and develop an individual who
can be successor to senior position in the organization. സക്സഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇന്റേണൽ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്റേണലി നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. നമ്മളിപ്പോ ഒരു അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ബുക്ക് കീപ്പർ ആയിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്തു. ദെൻ നമ്മൾ കുറച്ച് നാൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആയി. വീണ്ടും ഒരു 5-10 വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്തായി, സീനിയർ അക്കൗണ്ടന്റ് ആയി. സോ അവിടെ നമ്മുടെ ആ ഒരു കരിയർ പ്ലാനിങ് കണ്ടു. നമ്മൾ ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്ന് നമ്മൾ ഹൈ ലെവലിലേക്കാണ് അവിടെ കരിയർ പ്ലാൻ വന്നിരുന്നത്. ഇന്റേണൽ പ്രൊമോഷൻ ഹെൽപ്സ് ആൻഡ് ഐഡന്റിഫൈ and develop an individual who has successor or senior position in the organization. ആർക്കാണ് സീനിയർ പൊസിഷനിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതൊക്കെ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഒരു എംപ്ലോയിയുടെ ടാലന്റ് എന്ത് ചെയ്യാണ്, ഇംപ്രൂവ് ചെയ്യാം. ഇനി ഫ്ലെക്സിബിലിറ്റി ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾക്കറിയാം നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, മാറ്റത്തിനനുസരിച്ച് മാറാനായിട്ട് പറ്റണം. പ്രൊവൈഡിങ് എ ഫ്ലെക്സിബിൾ വർക്ക് എൻവയോൺമെന്റ് ടു ദ എംപ്ലോയി മേക്സ് ദ മോർ അഡാപ്റ്റബിൾ. അപ്പൊ ഒരു ഫ്ലെക്സിബിൾ വർക്ക് എൻവയോൺമെന്റ് ആണെങ്കിൽ ആ എംപ്ലോയീസിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ബ്രിങ് ഔട്ട് ഓഫ് ദർ ക്രിയേറ്റിവിറ്റി. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അഡാപ്റ്റ് ആവാൻ പറ്റും, അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ക്രിയേറ്റീവ്ലി ഓരോ വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിലെ അറ്റ്മോസ്ഫിയർ എംപ്ലോയിയുടെ വർക്കിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് വർക്ക് പ്ലേസ് ആണ് നമുക്കെങ്കിൽ നമ്മൾ അവിടെ നല്ല ഫ്രീലി, നമുക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ടാവും, നമുക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഡിസിഷൻ മേക്കിംഗിൽ പാർട്ട് ചെയ്യാൻ പറ്റും. അതുവഴി നമ്മുടെ ഗോൾസ്, ഓർഗനൈസേഷന്റെ ഗോളും ഇൻഡിവിജ്വൽ ഗോളും എന്ത് ചെയ്യാൻ പറ്റും, അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഓർഗനൈസേഷന്റെ റിലേഷൻഷിപ്പ്, ഓർഗനൈസേഷന്റെ അറ്റ്മോസ്ഫിയർ അതൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയി ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ കൊളീഗ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് വർക്ക് പ്ലേസ് where employees are free to express their idea. ഒരു പോസിറ്റീവ് വർക്ക് പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അവർ ഐഡിയാസ് കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ. ടേക്ക് പാർട്ട് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നല്ല രീതിയിൽ ടേക്ക് പാർട്ട് ആവാം. എൻകറേജ് എംപ്ലോയി ടു അച്ചീവ് ദ ഗോൾ. എംപ്ലോയീസിന് നല്ല രീതിയിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് റിവാർഡ് ഫോർ ബെറ്റർ പെർഫോമൻസ്. റിവാർഡുകൾ നമ്മളിപ്പോ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ റിവാർഡുകൾ കൊടുക്കുന്നു. ലീഡ്സ് ടു എംപ്ലോയി റീറ്റെൻഷൻ. ഇതെല്ലാം എന്തിന് കാരണമാകുന്നു, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ എംപ്ലോയി റീറ്റെയിൻ ചെയ്യാനായിട്ട് കാരണമാകുന്നു, നിലനിൽക്കാനായിട്ട് കാരണമാകുന്നു. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ. നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജേർണിയിൽ പാതിയിൽ വെച്ച് നമ്മൾ ഫെയിൽ ആയി പോയിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അവിടെ നിന്ന് നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ നമ്മളുടേതായ ഒരു കരിയർ ബിൽഡ് ചെയ്യേണ്ടത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മുടെ സെൽഫിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് മോട്ടിവേഷൻ, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നത്തിങ് ക്യാൻ ബി എഫക്റ്റീവ് ഇഫ് എംപ്ലോയി ഈസ് നോട്ട് സെൽഫ് ഡിറ്റർമിൻഡ് ആൻഡ് മോട്ടിവേറ്റഡ് ടു വർക്ക്. എനിക്ക് മനസ്സിന് താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എന്റെ പെർഫോമൻസ് വളരെ മോശമായിരിക്കും. പക്ഷെ ഞാൻ ആ വർക്ക് നല്ലൊരു ഇഷ്ടത്തോടു കൂടി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്റെ പെർഫോമൻസിന് അത് റിസൾട്ട് ചെയ്യും. സോ ഒരു എംപ്ലോയി എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആവാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ടാലന്റ് മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആയിരുന്നു നോക്കിയത്, ഇനിഷ്യേറ്റീവ്സ് ആയിരുന്നു നോക്കിയത്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്യട്ടോ. ഞാൻ അപ്പോഴേക്കും എന്റെ നോട്ട്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എത്ര പോർഷൻ എടുത്തു എന്നുള്ളത്. ഒന്ന് നോക്കട്ടെ കേട്ടോ.
ഓക്കെ, നമ്മൾ പറഞ്ഞില്ല പോർഷൻ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിള്, അതിന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ. 13th ഓഗസ്റ്റിന് എടുത്തിട്ടുണ്ട്. 13th ഓഗസ്റ്റിന് വേറെ ആർക്കെങ്കിലും നോക്കുമെന്ന്? മാം. 13th ഓഗസ്റ്റിന് ഞാൻ എഴുതിയിട്ടുണ്ടേ. ഓക്കേടാ, അത് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം. എന്റെ ഇല്ല മാം, ഞാൻ അന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്റെ ഇല്ല. ആണല്ലേ? പക്ഷെ ഞാൻ 13th ഓഗസ്റ്റിന് എടുത്തിട്ടുണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല ക്ലാസ്, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടേനെ. ഓക്കെ, ഒന്ന് നോക്ക, എടുത്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അത് എടുത്തുതരാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാം മാം, എന്നിട്ട് ഇല്ലെങ്കിൽ നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഞാൻ അത് എന്നിട്ട് എടുക്കാം കേട്ടോ, കാരണം അല്ലെങ്കിൽ നമ്മളുടെ ടൈം പോകുമല്ലോ. നിങ്ങൾക്ക് സ്റ്റഡി ലീവും വൈകൂലേ? 2nd കഴിയണമല്ലോ പോർഷൻ, 2nd ഓഗസ്റ്റിന് കഴിയണമല്ലോ നമ്മുടെ ക്ലാസ്. അപ്പോ മേ ബി എന്റെ പോർഷൻ കുറച്ച് പെൻഡിങ് ഉണ്ട്. ഓക്കെ, ഇനി പറയാനുണ്ടോ? റെക്കോർഡ് ക്ലാസ് ഉണ്ടോ? ഓക്കേടാ, കണ്ടു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പോർഷൻ തീർന്നിട്ട് ഒരു 2nd സെപ്റ്റംബറിൽ എനിക്കൊരു ക്ലാസ് കിട്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്ന് ഡൗട്ട് അത് നമുക്കൊന്നുകൂടി എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം കേട്ടോ. പറഞ്ഞു നോക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ഒന്നും കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മൾ കഴിഞ്ഞത്. ഇനി നമ്മൾ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഈ ചാപ്റ്റർ നമ്മൾ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നാണ്. നമ്മളിത് നോക്കുന്നത് കോമ്പൻസേഷൻ ആണ്. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് എംപ്ലോയീസിന് റൈറ്റ് കോമ്പൻസേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആഡ്വക്കേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ ആണ്. ഏതൊരു ജോലിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആഡ്വക്കേറ്റ് കോമ്പൻസേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം.
ഇതന്നെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് പറയുന്നത്. നമ്മൾ നല്ലൊരു കോമ്പൻസേഷൻ പാക്കേജ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്രോഗ്രാം ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. കാരണം എംപ്ലോയർക്കും ഡൗട്ട് വരരുത്, എംപ്ലോയിക്കും ഡൗട്ട് വരരുത് ആ ഒരു കോമ്പൻസേഷൻ പാക്കേജിനെ കുറിച്ചിട്ട്. അതേപോലെ കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ക്ലിയർ ആയിരിക്കണം. അവർലി അല്ലെങ്കിൽ വേജ് ആണ് റേറ്റ് എന്ന് വിചാരിക്കും. ഡെയിലി ഇത്ര രൂപ വേജ് അല്ലെങ്കിൽ ഇന്ന എമൗണ്ട്. ഈ മന്ത്ലി സാലറി ആണെങ്കിൽ ഫിക്സഡ് സാലറി ആയിരിക്കും. ഫിക്സഡ് എമൗണ്ട് ഇത്രയാണ്. ഇനി ലീവ് ഉണ്ടെങ്കിൽ ലീവിന് നമ്മൾ ഇത്ര രൂപ കട്ട് ചെയ്യുന്നു എന്ന് ക്ലിയർ ആയിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം, സ്റ്റേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ കോമ്പൻസേഷൻ പാക്കേജിനെ കുറിച്ചിട്ട് എംപ്ലോയിക്കും എംപ്ലോയർക്കും ഒരു നല്ലൊരു ധാരണ വേണം. ഇതിൽ നമ്മൾ നോക്കുന്ന പോർഷൻ ആണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. നമ്മൾ റെൻഡർ ചെയ്യുന്ന സർവീസിന് നമുക്ക് കിട്ടുന്ന റിമ്യൂണറേഷൻ, സാലറി, വേജ് എന്തോ ആവട്ടെ, മോണിറ്ററി വാല്യൂ നമുക്ക് എന്ത് കിട്ടിയാലും അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് മോണിറ്ററി വാല്യൂയിൽ മണിയിൽ എന്ത് കിട്ടിയാലും നമുക്ക് അതിനെ നമ്മൾ പറയുന്നത് കോമ്പൻസേഷൻ എന്നാണ്. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റിനെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ റെഫേഴ്സ് ടു the establishment and the implementation of sound policy, program and practice of the employees compensation. കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ കോമ്പൻസേഷൻ അത് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം, ഒരു ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മുടെ ഓർഗനൈസേഷനിൽ ത്രൂഔട്ട് നമ്മളൊരു സൗണ്ട് പോളിസി, പ്രോഗ്രാം, പ്രാക്ടീസ് ഇംപ്ലിമെന്റ് ചെയ്യാം. കോമൺ ആയിട്ടുള്ള ഒരു പോളിസി, പ്രോഗ്രാം ആൻഡ് പ്രാക്ടീസ് ഇംപ്ലിമെന്റ് ചെയ്യാം. It is essentially the application of the systematic and scientific approach for compensating the employee of their work in fair, equitable and logical manner. നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവർ കോമ്പൻസേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് അപ്രോച്ച് നമ്മൾ എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. അതേപോലെ എംപ്ലോയീസിന് ഫെയർ ആയിട്ടുള്ള, ന്യായമായിട്ടുള്ള, ഇക്വിറ്റബിൾ ആയിട്ടുള്ള, അവർ റെൻഡർ ചെയ്യുന്ന സർവീസിന് തുല്യമായിട്ടുള്ള, ലോജിക്കലി യുക്തിപരമായി ചിന്തിക്കാൻ പറ്റുന്ന ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാല് നല്ല കറക്റ്റ് ആയിട്ടുള്ള റീസണബിൾ എമൗണ്ട് അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആയിരിക്കണം നമ്മൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നോട്ട് ലെസ്സും നോട്ട് ടു മച്ച് ഹൈ. ഒരുപാട് കുറയാനും പാടില്ല, ഒരുപാട് കൂടാനും പാടില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് അവർ റെൻഡർ ചെയ്യുന്ന സർവീസിന് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു വേജ് റേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത്. Then compensation management is concerned with the compensation to the employee for their work and contribution for attaining organizational goal. അപ്പൊ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൺസേൺ ചെയ്യുന്നത്, കോമ്പൻസേഷൻ ഓഫ് ടു എംപ്ലോയി ആണ്. എംപ്ലോയീസിന് കൊടുക്കേണ്ട കോമ്പൻസേഷൻ ആണ്. അതിനെ അറ്റൈൻ ചെയ്യണം. അവര് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യും. അവരുടെ ഭാഗത്ത് നിന്ന് 100% കോൺട്രിബ്യൂഷൻ തരും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് റിട്ടേൺ ആയിട്ട് എംപ്ലോയീസിന് എമൗണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു റെമ്യൂണറേഷൻ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെന്റിങ് ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ്. അപ്പൊ നമ്മള് എന്താ കോമ്പൻസേഷൻ പാക്കേജുകൾ ഡിസൈൻ ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ടോട്ടൽ ആയിട്ടുള്ള കോമ്പൻസേഷൻ പാക്കേജ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. സോ ദ കോമ്പൻസേഷൻ മാനേജ്മെന്റ് മറ്റു നെയിമുകൾ കൂടി ഉണ്ട്. എന്തൊക്കെയാണ്, വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. പണ്ട് പറഞ്ഞിരുന്ന പേരാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, പണ്ട് പറഞ്ഞ പേരാണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് റെമ്യൂണറേഷൻ മാനേജ്മെന്റ് അതിപ്പോ പറയുന്നതാണ്. കോമ്പൻസേഷൻ മാനേജ്മെന്റിന് പകരം കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് റെമ്യൂണറേഷൻ മാനേജ്മെന്റ്. അപ്പോ കോമ്പൻസേഷൻ മാനേജ്മെന്റിന് 2 പേരുകൾ പറയുന്നുണ്ട്, 2 അല്ല 3 പേരുകൾ പറയുന്നുണ്ട്. അതിലിപ്പോ നമ്മൾ ആദ്യം നോക്കുന്നത് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റെമ്യൂണറേഷൻ മാനേജ്മെന്റിന് കൂടി നമ്മൾ എന്ത് പറയുന്നുണ്ട്, കോമ്പൻസേഷൻ മാനേജ്മെന്റ് പറയുന്നുണ്ട്. പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ആണ്. വേജ് ആൻഡ് സാലറി കൊടുക്കുന്ന ഒരു പ്രോസസ് സിംപ്ലി ഒരു ചെറിയൊരു യൂണിറ്റ് ഉള്ള പോലെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ റിമ്യൂണറേഷൻ മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് വേജ് സാലറിക്ക് പുറമെ നമ്മൾ എന്തെല്ലാം റിവാർഡുകൾ കൊടുക്കുന്നു, എന്തെല്ലാം മോണിറ്ററി വാല്യൂസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മൾ പറഞ്ഞത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. നല്ലൊരു ഏതൊരു ഓർഗനൈസേഷനിലും നല്ലൊരു കോമ്പൻസേഷൻ പോളിസീസും പ്രോഗ്രാംസും പ്രാക്ടീസും ഫോളോ ചെയ്യണം.
അതേപോലെ എംപ്ലോയീസിന്റെ കോമ്പൻസേഷൻ പ്രോപ്പർ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, ഇക്വിറ്റബിൾ ആയിരിക്കണം, ലോജിക്കൽ മാനറിലായിരിക്കണം പ്രൊവൈഡ് ചെയ്യാൻ. ദെൻ ഈ കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് അപ്രോച്ച് നമ്മൾ യൂസ് ചെയ്യണം. ദെൻ കോമ്പൻസേഷൻ നമ്മൾ എംപ്ലോയീസിന് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അവര് ഓർഗനൈസേഷന് വേണ്ടി അറ്റൈൻ ചെയ്യുന്ന ഗോളും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ദെൻ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ് ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നത് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നീട് അതിനെ റെമ്യൂണറേഷൻ മാനേജ്മെന്റ് എന്നും റിവാർഡ് മാനേജ്മെന്റ് എന്നും ഇപ്പോൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നും പറയുന്നുണ്ട്. ദെൻ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. According to Cascio, 1995, the compensation includes direct cash payment. എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് കോമ്പൻസേഷനിൽ? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മണി എംപ്ലോയിക്ക് പേ ചെയ്യുകയാണെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഇൻഡയറക്റ്റ് പേയ്മെന്റ്, മണിയുടെ രൂപത്തിലല്ലാതെ നമ്മൾ സർവീസുകൾ കൊടുക്കുക. നമ്മൾ ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും, ഒരു എംപ്ലോയി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, ആ എംപ്ലോയിക്ക് ആൻഡ് ഫാമിലിക്ക് ഫുൾ സർവീസ് ഫ്രീ ആയിരിക്കും. സോ ഇൻഡയറക്റ്റ് പേയ്മെന്റ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് എന്താണ് ചിൽഡ്രൻ കോമ്പൻസേഷൻ ഫണ്ട് കൊടുക്കും, ചൈൽഡ് കോമ്പൻസേഷൻ എഡ്യൂക്കേഷൻ ഫണ്ട്, ചൈൽഡ് എഡ്യൂക്കേഷൻ ഫണ്ട്, ചൈൽഡ് ഹോസ്റ്റൽ ഫീസ്, ഹോസ്റ്റൽ കോമ്പൻസേഷൻ, ആണ് ഒരുപാട് എമൗണ്ട്, HRA, ഹൗസ് റെന്റ് അലവൻസ്. പിന്നെ സർവീസ് രൂപത്തിൽ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ്സ് കൊടുക്കുന്നു. ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, നിങ്ങളൊക്കെ പഠിച്ചില്ലേ? ഏതൊക്കെയോ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, EPF, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പറയുന്ന ഫോംസ് ഓഫ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് പേയ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എംപ്ലോയീസിന് കൊടുക്കും. ആൻഡ് ഇൻഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ദ ഫോം ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ്, എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് രീതിയിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻസെന്റീവ്സ്, കൂടാതെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് സ്ട്രെയിൻ ഫോർ ഹയർ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, നമ്മൾ അവർ നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കുന്നു. ഇപ്പൊ ടാർഗറ്റിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുന്നു. അപ്പൊ അവർ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കമ്പനിക്ക് നല്ലൊരു പ്രൊഡക്ടിവിറ്റി അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ വരുന്നത്. ഒന്ന് റീഡ് ചെയ്തേ.
നമ്മൾ ഇനി നോക്കുന്നത് കൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു, കോമ്പൻസേഷൻ മാനേജ്മെന്റ് തന്നെ 2-3 നെയിംസിൽ നമ്മൾ പറയാറുണ്ട്, കോമൺലി യൂസ്ഡ് ആണ്. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് ആൻഡ് റിവാർഡ് മാനേജ്മെന്റ്. കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ മറ്റു നെയിമുകളാണ് ഏതെല്ലാം? വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, remuneration management and reward management is concerned with the designing and implementing a total compensation package. എന്തിനെ കൺസേൺ ചെയ്യുന്നു? നമ്മളുടെ ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ് ഡിസൈൻ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു മാനേജ്മെന്റ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ കൺസെപ്റ്റ്, പഴയ ഒരു കൺസെപ്റ്റ് ആണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ മാത്രമായിരുന്നു പണ്ട് നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ ഡീൽ ചെയ്തിരുന്നത്. Emphasized on only determine the wage and salary structure in organization structure settings. ഇപ്പൊ അങ്ങനെ അന്ന് ഫുൾ ആയിട്ട് വേജ് ആൻഡ് സാലറി ആയിരുന്നു എംഫസൈസ് ചെയ്തിരുന്നത്. However, over the passage of time, നമ്മുടെ ടൈം മാറി, നമ്മുടെ എൻവയോൺമെന്റ് മാറി, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് സിറ്റുവേഷൻസ് മാറി. Many more forms of compensation enter the business field. അപ്പോൾ മറ്റു ഫോംസ് ഓഫ് കോമ്പൻസേഷൻസ് നമ്മുടെ ബിസിനസ് ഫീൽഡിലേക്ക് എൻ്റർ ആയി, which necessitate to take wage and salary administration in a comprehensive way. So ഇത് എന്തിന് നെസസിറ്റേറ്റ് ചെയ്യുന്നു? വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ കോംപ്രിഹെൻസീവ് വേയിലാണ് ഇപ്പോൾ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കോമ്പൻസേഷൻ സാലറി ആൻഡ് വേജസ് മാത്രമല്ല നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതർ റിലേറ്റഡ് ബെനിഫിറ്റ്സ്, മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും എവിടെ വരുന്നുണ്ട്? നമ്മളുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ PA, BRS അലവൻസ്, HR, ഹൗസ് റെന്റ് അലവൻസ്, അങ്ങനെ ഒരുപാട് കോമ്പൻസേഷൻ നമ്മൾ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. നോക്കാട്ടോ, വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ in a comprehensive way with a suitable change in its nomenclature. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് വേജ് ആൻഡ് സാലറി മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നല്ല പറയുന്നത്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് ഓർ റിവാർഡ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഇനി എന്തെല്ലാമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിന് നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താലാണ് നമുക്ക് അവരെ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എ ഗുഡ് കോമ്പൻസേഷൻ ഈസ് must for every business organization as it give an employee a reason to stick to the company. നമ്മുടെ കമ്പനിയിൽ നിലനിൽക്കണം അല്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീസണബിൾ ആയിട്ടുള്ള ഗുഡ് കോമ്പൻസേഷൻ ആയിരിക്കണം ആർക്ക് കൊടുക്കേണ്ടത്? എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. An organization gain from a structured compensation management in the following ways. നല്ലൊരു സ്ട്രക്ചേർഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് നമ്മൾ താഴെ പറയുന്ന വേസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. ഇറ്റ് ട്രൈസ് ടു ഗീവ് പ്രോപ്പർ റീഫണ്ട് ടു ദ എംപ്ലോയി. നമ്മള് അവർ ചെയ്യുന്ന സർവീസിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീഫണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? റീഫണ്ട് പ്രൊവൈഡ് ചെയ്യണം. റീഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന റിട്ടേൺ കൊടുക്കണം. ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ ഓർഗനൈസേഷൻ. അവർ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇറ്റ് ഡിസ്കവർ എ പോസിറ്റീവ് കൺട്രോൾ ഓൺ ദ എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയീസ്. ഒരു പോസിറ്റീവ് കൺട്രോൾ കൊണ്ടുവരാനായിട്ട് കോമ്പൻസേഷൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കറക്റ്റ് ഡേയില്, ഇപ്പൊ ഞാൻ ഒരുപാട് സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് പറയാണ്, നമ്മുടെ സാലറി ഡേറ്റിൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥാപനത്തിനോട് വർക്ക് ചെയ്യാനായിട്ട് നല്ല താല്പര്യമായിരിക്കും. നല്ലൊരു നമുക്ക് കറക്റ്റ് ടൈമിൽ അത് കറക്റ്റ് ഡേയിൽ നമ്മൾ സാലറി എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാണ്. സോ ഒരു നല്ലൊരു എഫിഷ്യൻസി, ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും. ആ ഒരു സാലറി കയറുമ്പോഴെങ്കിലും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പെട്ടെന്ന് പോകുമെങ്കിലും ജസ്റ്റ് ആ കയറുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. പിന്നെ ഒരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ 1 മാസം കഴിയണം. മോട്ടിവേറ്റ് ദം ടു പെർഫോം ബെറ്റർ ആൻഡ് അച്ചീവ് സ്പെസിഫിക് സ്റ്റാൻഡേർഡ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് സാലറി ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ്, വേജസും കാര്യങ്ങളും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യും. നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും.
It created basic for happiness and satisfaction of the workforce. നല്ലൊരു ഹാപ്പിനെസ്സും നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ലിമിറ്റ്സ് ദ ലേബർ ടേൺ ഓവർ. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് കൊഴിഞ്ഞു പോകുന്നത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. കൺഫേഴ്സ് എ സ്റ്റേബിൾ ഓർഗനൈസേഷൻ. നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ നിലനിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് എൻഹാൻസ് ദ ജോബ് ഇവാലുവേഷൻ പ്രോസസ്. ജോബ് ഇവാലുവേഷൻ പ്രോസസ്സ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ബെറ്റർ പെർഫോമൻസ് കോമ്പൻസേഷൻ ഒരു പെർഫോമൻസിനനുസരിച്ചാണെങ്കിൽ നമുക്ക് അത് ഒന്ന് മനസ്സിലാക്കാൻ ജോബ് ഇവാലുവേഷൻ ഈസി ആയിരിക്കും. വിച്ച് ഇൻ റിട്ടേൺ ഹെൽപ്സ് ഇൻ സെറ്റിംഗ് മോർ റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ സ്റ്റാൻഡേർഡ്സ്. അപ്പോ ഇനി അവര് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു അബൈഡ് വിത്ത് വേരിയസ് ലേബർ ആക്ട്. നമ്മൾ ഒരുപാട് ലേബർ ആക്ടുകൾ ഉണ്ട്, ലേബേഴ്സിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആക്ടുകൾ ഉണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് ഒബേ ചെയ്തിട്ട് വേണം നമ്മളൊരു സാലറി മാനേജ്മെന്റ് ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് പാക്കേജ് ഫിക്സ് ചെയ്യാം. That does not result in conflict between employee യൂണിയൻ ആൻഡ് മാനേജ്മെന്റ്. അപ്പോ അവരുടെ കോൺഫ്ലിക്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പ്രോപ്പർ ആയിട്ട് ലേബർ ആക്ടുകൾ പ്രകാരമാണ് ലേബേഴ്സ് ആക്ട് പ്രകാരമാണ് എന്ത് പോകുന്നത് കോമ്പൻസേഷൻ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ കോൺഫ്ലിക്ട് വരില്ല. എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ തർക്കങ്ങൾ വരാനുള്ള ചാൻസ് കുറയ്ക്കാൻ പറ്റും. This create a peaceful relationship between the employer and the employee. ഇത് എന്തിന് കാരണമാകുന്നു? ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് അത് കാരണമാകുന്നു. ഇറ്റ് എക്സിസ്റ്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ഓഫ് മോറൽ efficiency and cooperation among the workers and ensure satisfaction to the workers. ഇത് കുറച്ചും കൂടി എംപ്ലോയീസ് നമ്മുടെ എൻവയോൺമെന്റ് കുറച്ചും മോറൽ ആവും, അവർ സത്യസന്ധരാവും, കുറച്ച് എഫിഷ്യൻസി കൂട്ടും, എംപ്ലോയീസ് തമ്മിൽ കോപ്പറേഷൻ ഉണ്ടാവും. ജോബ് സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് റൈറ്റ് കോമ്പൻസേഷൻ കിട്ടി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മുടെ വർക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു, നമുക്ക് കറക്റ്റ് ആയിട്ട് കോമ്പൻസേഷൻ കിട്ടുന്നു. ദെൻ അവരിൽ നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷനും കൂടി ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. In short, we can say that compensation management is required as it encourages the employee to perform better. Compensation management നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്നു. ഷോ their excellence as well as provide growth and development opinion to diverse employees. അതേപോലെ തന്നെ നമ്മൾ എംപ്ലോയീസിന് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓപ്ഷൻ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുവഴി അവർക്ക് ആ ഒരു ജോബിൽ നല്ലൊരു ഗുഡ് എക്സലൻസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇത്രയും കാര്യങ്ങളാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് സിഗ്നിഫിക്കൻസി പറയുന്നത്. പ്രോപ്പർ ആയിട്ട് നമ്മൾ അവരുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് പ്രോപ്പർ ആയിട്ട് നമ്മൾ അവർക്ക് റിട്ടേൺ കൊടുക്കണം, റീഫണ്ട് കൊടുക്കണം. ഒരു പോസിറ്റീവ് കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഇംപ്രൂവ് ചെയ്യുന്നു. നമുക്ക് കറക്റ്റ് ആയിട്ട് സാലറി കിട്ടുമ്പോൾ നമുക്ക് ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും കിട്ടും. ലേബർ ടേൺ ഓവർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് കൊഴിഞ്ഞു പോകുന്നത് കുറയ്ക്കാൻ പറ്റും. എൻഹാൻസ് ജോബ് ഇവാലുവേഷൻ കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ലേബർ ആക്ടുകൾ പ്രകാരമാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. സോ എംപ്ലോയീസ് യൂണിയനും മാനേജ്മെന്റും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഒന്നും വരില്ല. ദെൻ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എംപ്ലോയറും എംപ്ലോയി തമ്മിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഓർഗനൈസേഷന്റെ അകത്ത് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എംപ്ലോയീസ് മോറൽ എഫിഷ്യൻസി കോപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കോമ്പൻസേഷൻ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അക്യൂർ ചെയ്യാൻ പറ്റുന്ന ബെനിഫിറ്റ്സുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്.
ഇനി നമ്മൾ കോമ്പൻസേഷൻ, കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്തെല്ലാമാണെന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മള് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ആ റിവാർഡ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ നമ്മൾ എംപ്ലോയീസിന് പേ ചെയ്യുന്നുണ്ട്. അത് അവർ റെൻഡർ ചെയ്യുന്ന സർവീസിന് നമ്മൾ റിട്ടേൺ ആയിട്ടാണ് റെമ്യൂണറേഷൻ റിവാർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏതെല്ലാം ഫോംസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബോത്ത്, രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന് നമ്മൾ റിവാർഡ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻസ് എങ്ങനെ പേ ചെയ്യുന്നു, ഏത് ഫോമിൽ പേ ചെയ്യുന്നു എന്നാണ് കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ മേ ബി ബോത്ത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി കമ്പോണൻസ്. നമുക്ക് മോണിറ്ററി ആയിട്ട് പേ ചെയ്യാൻ പറ്റും, നോൺ മോണിറ്ററി ആയിട്ട് പേ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കമ്പോണന്റ് പറയുന്നത് വേജസ് ആൻഡ് സാലറി. നമ്മൾ കോമൺലി കേട്ടിട്ടുണ്ടാവും അല്ലെ, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഡെയിലി കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ വേജസ് എന്ന് പറയുന്നു, ആൻഡ് മന്ത്ലി ആണ് നമുക്ക് ആ എമൗണ്ട് തരുന്നെങ്കിൽ സാലറി എന്ന് പറയുന്നു. അങ്ങനെയല്ലേ വേജിനെ സാലറി നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. ഡിയർനെസ് അലവൻസ്. ഓക്കെ, ഡിയർനെസ് അലവൻസ് നമ്മൾ ഷോർട്ട് ആയിട്ട് ഡി എന്നൊക്കെ പറയും. ഡിയർനെസ് അലവൻസ്, ഡി എ. അത് ഇൻകം ടാക്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, ഈ ബികോം കുട്ടികൾക്ക്. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് പേ കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ അലവൻസ് തരുന്നുണ്ട്. ആ ഒരു എമൗണ്ടിനെയാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. മേ ബി നമ്മുടെ ബേസിക് പേയുടെ 2% or 5% ആയിരിക്കും ഡിയർനെസ് പേ എന്ന് പറയുന്നത്, ഡിയർനെസ് അലവൻസ്. അപ്പോ നമ്മൾ അത് കൂടാതെ ഒരുപാട് അലവൻസ് ഉണ്ട്. അപ്പോ ഡിയർനെസ് ആൻഡ് അതർ അലവൻസ് ആണ് രണ്ടാമത്തെ കമ്പോണന്റിൽ വരുന്നത്. ഇൻസെന്റീവ്. ഇൻസെന്റീവ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസെന്റീവ് കിട്ടും. നമ്മള് എന്താ പറയാ, ഓണത്തിന് ഇൻസെന്റീവ് കിട്ടും. ചില ഗവൺമെന്റ് എംപ്ലോയീസിന് ഓണത്തിന് ഇൻസെന്റീവ് കിട്ടും. അറിയോ നിങ്ങൾക്ക് ഇൻസെന്റീവ്സ്? ചിലപ്പോ 2 monthsലെ സാലറി ബോണസ് കൊടുക്കും. ബോണസ് ഒക്കെ ഇവിടെ വരുന്നത് ഈ ഇൻസെന്റീവിലാണ്. എന്ത് വരുന്നത്, ബോണസ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്, ഇൻസെന്റീവിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു പെർസെന്റേജ് നമ്മൾ ആരായിട്ട് ഷെയർ ചെയ്യും, നമ്മുടെ എംപ്ലോയീസ് ആയിട്ട് ഷെയർ ചെയ്യും. ആ ഒരു എമൗണ്ടിന് നമ്മൾ എന്ത് പറയും, ബോണസ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ബോണസ് കിട്ടി. ഇൻസെന്റീവിന് തന്നെയാണ് എന്ത് പറയുന്നത്, ബോണസ്. ഷെയർ ഓഫ് പ്രോഫിറ്റിന് ചെറിയൊരു പാർട്ട് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മള് ഷെയർ കൊടുക്കും. വലിയ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ എംപ്ലോയീസിന് എന്ത് കൊടുക്കും, ബോണസ്. ബോണസിന് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷനോ, ESPO, എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യും. അതേപോലെ ബോണസ് ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർസും കൊടുക്കാറുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മൾ ഫസ്റ്റ് ഇൻസെന്റീവ് ആണ് കൊടുക്കുന്നത്, ബോണസ് ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആണ് ഫ്രിഡ്ജ് ബെനിഫിറ്റ്. ഒരു ജനറൽ നോൺ വേസ്റ്റ് പേയ്മെന്റ് ആണ്. നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, ഇൻഷുറൻസ്, മെഡിക്കൽ കെയർ, പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ഹെൽത്ത് ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഫാമിലി ഇൻഷുറൻസ്, പെൻഷൻ, HRI, ഹൗസ് റെന്റ് അലവൻസ്. അത് അലവൻസിലാണ് വരുന്നത്, സോറി, ഹൗസ് റെന്റ് അലവൻസിലാണ് വരുന്നത്. അപ്പൊ ഇത് കൂടാതെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്രിഡ്ജ് ബെനിഫിറ്റ്സ്. ഞാൻ പറഞ്ഞതെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, ഫ്രിഡ്ജ് ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നോൺ വേജ് ആയിട്ടുള്ള എക്സ്ട്രാ ബെനിഫിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതെല്ലാം നമ്മൾ എന്തിൽ പറയും, ഫ്രിഡ്ജ് ബെനിഫിറ്റ്സിൽ പറയും. ഇത് കൂടാതെ പെർക്വിസിറ്റ്സ് കൊടുക്കുന്നുണ്ട്. പെർക്സ് എന്ന് പറയും, നമ്മൾ ഷോർട്ട് ആയിട്ട് പെർക്സ് എന്ന് പറയും. പെർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയുടെ കാറ് കൊടുക്കും. കാറ് ആർക്ക് കൊടുക്കും, എംപ്ലോയീസിന് കൊടുക്കും. പേഴ്സണൽ പർപ്പസ് ആൻഡ് ഒഫീഷ്യൽ പർപ്പസ് ബോത്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഹൈക്കോടതി ജഡ്ജിനൊക്കെ നമ്മൾ കാറ് കൊടുക്കും. അത് ചില പോസ്റ്റുകളിലേക്ക് നമ്മൾ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഫർണിഷ് ഹൗസ് കൊടുക്കും. ഹൗസ് റെന്റ് അലവൻസ് അല്ല, പിന്നെ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫർണിഷ്ഡ് ഹൗസ്, അൺഫർണിഷ്ഡ് ഹൗസ്, ദെൻ ക്ലബ് മെമ്പർഷിപ്പ്, പെയ്ഡ് ഹോളിഡേ. നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പെയ്ഡ് ഹോളിഡേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം എന്ത് വരുന്നതാണ്, പെർക്വിസിറ്റ്സിൽ വരുന്നതാണ്. നമുക്ക് നോക്കാം ഓരോന്ന് എന്താണെന്നുള്ളത്.
ആദ്യം പറയുന്നത് വേജ് ആണ് കേട്ടോ. വേജ് നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മിനിമം വേജ്, ഫെയർ വേജ്, ലിവിംഗ് വേജ്. വേജ് നോക്കാം. The term wage refers to remuneration paid to the workers appointed on hourly, daily or weekly basis. നമ്മൾ hourly അല്ലെങ്കിൽ ഡെയിലി, വീക്ക്ലി ബേസിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് വേജ് എന്ന് പറയുന്നത്. ഇൻ റിട്ടേൺ ഫോർ ദ സർവീസ് റെൻഡേഡ്, അവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് നമ്മൾ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നു. അത് അവർലി വേജ് ആവാം, ഡെയിലി വേജ് ആവാം. അവർ നോക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വേജ് പ്രൊവൈഡ് ചെയ്യുന്നു, അവർലി വേജ്. ഡെയിലി ആണെങ്കിൽ 7 ഡേയ്സിന് ഇത്ര വേജ്, സോറി ഡെയിലി എല്ലാ ദിവസവും ഈവനിങ് ആവുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു, വേജ് കൊടുക്കുന്നു. വീക്കിലി ആണെങ്കിൽ ഒരു വീക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മൾ ആ വീക്കിലി വേജ് കൊടുക്കുന്നു. ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ഫിസിക്കൽ ആൻഡ് മെന്റൽ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. ഇത് ഓരോ ഫിസിക്കൽ ആൻഡ് മെന്റൽ റിക്വയർമെന്റ്സ് അനുസരിച്ച് മാറുന്നുണ്ട്. വേജ് മേ ബി, വേജ് 3 രീതിയിലുണ്ട്. മിനിമം വേജ്, ഫെയർ വേജ് ആൻഡ് ലിവിംഗ് വേജ്. 3 രീതിയില് വേജസ് പറയുന്നത്. അപ്പോ ഞാൻ ജസ്റ്റ് ഇവിടം വരെ നിർത്താണ്. അടുത്ത ടോപ്പിക്കിലേക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പോവാം. നമ്മൾ പറഞ്ഞത് ഇന്ന് എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആയിരുന്നു. നമ്മള് സെക്കൻഡ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ടാലന്റ് മാനേജ്മെന്റ് കഴിഞ്ഞു. നമ്മൾ പോയത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി റെൻഡർ ചെയ്യുന്ന സർവീസിന് നമ്മൾ റിട്ടേൺ പേയ്മെന്റ് കൊടുക്കുന്ന, അതിനെ കുറിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പോളിസീസ്, പ്രോഗ്രാംസ്, പ്രാക്ടീസ് എല്ലാം ഒരുമിച്ച് നമ്മൾ പറയുന്ന ഒരു പേരാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് അപ്രോച്ച് വേണം കോമ്പൻസേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. വർക്കേഴ്സിന് ഒരു ഫെയർ, ഇക്വിറ്റബിൾ ആൻഡ് ലോജിക്കൽ മാനറിൽ വേണം നമ്മൾ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യാനായിട്ട്. കോമ്പൻസേഷൻ മാനേജ്മെന്റ് മറ്റു നെയിമുകൾ പറഞ്ഞു. വേജസ് ആൻഡ് സാലറി മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് ആൻഡ് റിവാർഡ് മാനേജ്മെന്റ്. അങ്ങനെ 3 പേരുകൾ കൂടി എന്തിനുണ്ട്, കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തത് സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പൻസേഷനും കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വരെ ഒന്ന് റീഡ് ചെയ്ത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ക്ലിയർ ആണ്, റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഓക്കെ, റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ഇപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് എടുക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.